ചില സ്ഥലങ്ങളിൽ നമുക്ക് എത്ര നാൾ താമസിച്ചാലും മടുക്കാറില്ല അല്ലേ? വ്യക്തികൾ, പരിസ്ഥിതി, കാലാവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങൾ, അങ്ങനെ പല കാരണങ്ങളുണ്ടാകും. ചില സ്ഥലങ്ങൾ നമ്മളെ അങ്ങനെ അവിടെ പിടിച്ചു നിർത്തും. ആഗോളതലത്തിൽ ഏറ്റവും താമസയോഗ്യമായ നഗരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ്. ലോകത്തിലാകെയുള്ള 173 നഗരങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയിൽ ഇത്തവണയും ഓസ്ട്രേലിയയിലെ വിയന്നയാണ് ലോകത്തിലെ ഏറ്റവും താമസയോഗ്യമായ നഗരം. നമ്മുടെ മലയാളികൾ ഏറെയുള്ള അറബ് രാജ്യങ്ങളും പട്ടികയിൽ ഒട്ടും പിന്നിലല്ല. നമുക്ക് തുളസി ചേരുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാനായിട്ട്. തുളസി, എനിക്ക് അറിയേണ്ടത് ഈ പട്ടികയിൽ എവിടെയെങ്കിലും നമ്മുടെ ഇന്ത്യ ഉണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വിയന്നയിലുള്ള ജനങ്ങൾക്ക് എന്താണ് ഇത്ര സമാധാനവും സന്തോഷവും കിട്ടാൻ, ഒന്ന് നമുക്കും കൂടി പറയണമല്ലേ? റോഷ്നി, ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ പറയാം. ചോദ്യത്തിനുള്ള ഉത്തരം, ഇന്ത്യ ഈ പട്ടികയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ നഗരങ്ങൾ പട്ടികയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഏറ്റവും ദുഃഖകരമായ കാര്യം ഇല്ല എന്നുള്ളതാണ്. ഇനി വിയന്നയിലേക്ക് വന്നാൽ, ലോകത്തിലെ ഏറ്റവും വാസയോഗ്യമായിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയാണ് ഇപ്പം പുറത്ത് വിട്ടിരിക്കുന്നത്. ദ മോസ്റ്റ് ലിവബിൾ സിറ്റീസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് 2024 പട്ടിക. അപ്പോൾ ഈ പട്ടികയിൽ ഇപ്പം വിയന്ന എന്തുകൊണ്ട് മുന്നിട്ട് നിന്നു എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും 30ഓളം ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ പട്ടികകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം, ഇത്തരം കാര്യങ്ങൾക്കാണ് ഇവർ പ്രാഥമികമായിട്ടും പരിഗണന നൽകുന്നത്. ഇതിലാണിപ്പോൾ വിയന്ന, ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്ന മുന്നിട്ട് നിൽക്കുന്നത്. വിയന്ന മാത്രമല്ല, തൊട്ടുപുറകിൽ മെൽബൺ ഉണ്ട്, സൂറിച്ച് ഉണ്ട്, കോപ്പൻഹേഗൻ ഉണ്ട്. ഇത്രയും രാജ്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ആകെ 173 രാജ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതിലാണിപ്പം വിയന്ന മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ ഏഷ്യൻ രാജ്യങ്ങളുണ്ട്, ഇല്ലായകയില്ല. പക്ഷെ ഇന്ത്യ ഇല്ല എന്നുള്ള ഒരു ദുഃഖകരമായൊരു സത്യവും ഇതിനകത്തുണ്ട്. ഇനി ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടികയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങൾ, നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളും അവിടെയുള്ള സൗകര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാനിലെ കറാച്ചി, നമ്മുടെ ബംഗ്ലാദേശിലെ ധാക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാന സൗകര്യ വികസനം ഒട്ടും തന്നെ ഇല്ല. രാജ്യത്തെ ആഭ്യന്തര കലഹം, പട്ടിണി, ജോലിയില്ലായ്മ, ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും പുറകിലേക്ക് പോയ നമ്മുടെ അയൽ രാജ്യങ്ങളിലെ നഗരങ്ങൾ കൂടെ ഈ പട്ടികയിലുണ്ട് എന്നുള്ള ഒരു ഫാക്ടർ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ളതിൽ ഗൾഫ് കൺട്രീസ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങൾ പട്ടികയിൽ മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളിൽ പലരും ഇപ്പം ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളുണ്ടാവും. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിയന്ന അല്ലെങ്കിൽ ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ് പോലുള്ള നഗരങ്ങളിലേക്ക് പോകാനും താല്പര്യപ്പെടുന്ന, രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം നിലവിൽ ഈ 173 രാജ്യങ്ങളിൽ നിന്നും വിയന്ന തുടർച്ചയായി 3-ാം വട്ടവും ഇപ്പോൾ പട്ടികയിൽ ഒന്നാമത് എത്തി എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടെയാണ്. ഏതായാലും പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു, വേണമെങ്കിൽ നമുക്കും ആവാം. ഓക്കെ, താങ്ക് യു തുളസി. അപ്പോൾ വിയന്നയാണ് വിന്നർ അല്ലേ? ഓക്കെ, എന്തായാലും വിയന്നയിലെ ജനങ്ങൾ അടിച്ചു പൊളിക്കുകയാണെന്ന് അറിയുമ്പോൾ ചെറിയ സന്തോഷമുണ്ട്, സങ്കടവും ഉണ്ട്.